എൽ.ഡി.എഫിന്റെ ദുർഭരണത്തെ നേരിടാൻ സാധിക്കില്ലെന്ന് കോൺഗ്രസ് തെളിയിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിർണായക ശക്തിയായി ബി.ജെ.പി മാറുമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ റിപ്പോർട്ടറിനോട്. എ. വിജയരാഘവൻ, തോമസ് ഐസക്, എളമരം കരീം പോലെ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണ് ഇത്തവണ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. മോദിയെ എതിർക്കുന്നവരും തമ്മിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും വിജയം മാത്രമാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനാണ് എനിക്കൊപ്പം ഉള്ളത്. പ്രസിഡന്റ്, ഇപ്പോൾ നമ്മുടെ കേരള പദയാത്ര അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ ഒരു ജനപിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയ മാറ്റം എല്ലായിടത്തും കാണാം. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പൊതുസമൂഹമാകെ ശ്രീ നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് അവർ മുമ്പോട്ട് വരികയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറാൻ പോകുന്നത്. കോൺഗ്രസിന് എൽ.ഡി.എഫിൻ്റെ ദുർഭരണത്തെ നേരിടാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അവർ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അതുകൊണ്ട് അവർക്ക് എന്തായി, ജനപിന്തുണ കിട്ടിയില്ല. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ വി.ഡി. സതീശനും സുധാകരനും തമ്മിലുള്ള തമ്മിലടി അത് കോൺഗ്രസിനകത്തെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. അവർക്കൊന്നും ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ.ഡി.എഫിൻ്റെ ഈ രാഷ്ട്രീയത്തെ നേരിടാൻ കഴിയില്ല. ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. ബി.ജെ.പി എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഒറ്റക്കെട്ടായി തന്നെയാണ് ഇത്തവണ കേരളത്തിൽ. ഒരു സംശയവും വേണ്ട. എൻ.ഡി.എ മുന്നണി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. ഇവിടെ മത്സരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തെ എതിർക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമാണ്. അതുകൊണ്ട് മോദിയുടെ പക്ഷത്താണ് കേരളം ഇത്തവണ അണിനിരക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാവുമെന്ന് കരുതുന്നു. കേരള ഘടകം മുന്നോട്ട് വെച്ചുള്ള പേരുകൾ തന്നെയാണോ ഇപ്പോൾ ദേശീയ നേതൃത്വം? അല്ല, അതൊക്കെ ചിലപ്പോൾ പേരുകളിലൊക്കെ അവർ മാറ്റം വരുത്തുമായിരിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ ഒരു പ്രപ്പോസലാണ് വെച്ചിരിക്കുന്നത്. അത് പരിശോധിച്ചിട്ട് അവർ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർ മാറ്റം വരുത്തുന്നതിൽ ഞങ്ങൾക്ക് കൂടെ അഭിപ്രായ വ്യത്യാസമില്ല. പാർട്ടി പറയുകയാണെങ്കിൽ പ്രസിഡന്റ് മത്സര രംഗത്തുണ്ടാവുമോ? അല്ല, അതെല്ലാം അവരാണ് തീരുമാനിക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. എൻ്റെ നിലപാട് ഞാൻ പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരിക്കും. എല്ലാ ഘടകകക്ഷികൾക്കും ലോക്സഭയിൽ സീറ്റ് കൊടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബി.ഡി.ജെ.എസിന് മാത്രമായിരിക്കും സാധാരണ നിലയിൽ ലോക്സഭയിൽ കൊടുക്കുക. കഴിഞ്ഞ തവണത്തെ ഒരു ഇതുണ്ടാവും. കഴിഞ്ഞ തവണത്തെ ഒരു സഭ വരുമ്പോൾ ബാക്കിയുള്ള ഘടകകക്ഷികൾക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ബി.ഡി.ജെ.എസിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു പരിഗണന ഇത്തവണ ഉണ്ടാവുമോ? ബി.ഡി.ജെ.എസ് ഒരു പ്രധാന ഘടകകക്ഷിയാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടും. കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് CPM-ന്റെ പല വിഷയങ്ങളിലും ബി.ജെ.പി പ്രതിഷേധിക്കാൻ രംഗത്ത് വരുന്നില്ല എന്നാണ്. കോൺഗ്രസ് എന്താണ് കോൺഗ്രസ് എന്ന്? ഇപ്പം മാസപ്പടി കേസ് കേന്ദ്രമാണ് അന്വേഷിക്കുന്നത്. CPM-ന്റെ എല്ലാ അഴിമതി, കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ അഴിമതി, CPM-ന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടപെട്ട കേസുകളെല്ലാം, അതുപോലെ തോമസ് ഐസക്കിൻ്റെ കേസ്. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വഞ്ചകർ ഈ രാജ്യത്ത് വേറെയില്ല. അവർ ഈ വർത്തമാനം പറയല്ലാതെ അവരൊരു കാര്യത്തിലും അവരില്ല, ഒരു നടപടിയിലും അവരില്ല. NDA ആണ്, BJP ആണ് ഇതിനെല്ലാം ഫലപ്രദമായി നേരിടുന്നത്. എന്നിട്ട് അവർ പറയുകയാണ് അന്തർധാരയാണെന്ന്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി നിങ്ങൾ നോക്കിക്കോ, കോൺഗ്രസിൻ്റെ കഥ കഴിയും കേരളത്തിൽ. ലീഗുകാരും കൂടെ പോയാൽ കോൺഗ്രസിനെ പടി അടച്ച് ജനങ്ങൾ പിണ്ടം വയ്ക്കും, ഒരു സംശയമില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകൾ തൃശ്ശൂർ അല്ലാതെ മറ്റേത് സീറ്റുകളാണ്? നിരവധി സീറ്റുകളുണ്ട്. പാലക്കാട് സീറ്റ് ഞങ്ങൾ ഇത്തവണ ഉറപ്പായിട്ടും ജയിക്കുന്ന സീറ്റാണ്. കാരണം ശ്രീകണ്ഠൻ അമ്പയെ പരാജയപ്പെട്ടു. നാട് മുഴുവൻ പരാജയപ്പെട്ട ആളെയാണ് LDF ഇവിടെ കൊണ്ടു നിർത്തുന്നത്. ഓരോ മണ്ഡലത്തിൽ കൊണ്ടുപോയി പരാജയപ്പെട്ട് സെക്രട്ടറി ആയിരുന്ന് പരാജയപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഇത്തവണ പാലക്കാട് അടക്കം ഞങ്ങൾ വൻ വിജയം നേടും. ഈ സീനിയർ നേതാക്കളെ എല്ലാം ഇറക്കുകയാണ് CPI. സീനിയർ നേതാക്കളല്ല, പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണ്. ഞാൻ പറയാം, വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്ന് മാറിയ ആളാണ്. നിരവധി ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. തോമസ് ഐസക് ധനകാര്യമന്ത്രിയായി ജനങ്ങളെ പറ്റിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസും വന്ന് ആർക്കും വേണ്ടതായിരിക്കുന്ന ഒരാളാണ് തോമസ് ഐസക്. ഈ നിങ്ങളീ പറയുന്ന വീരപരിവേഷമൊന്നും അവർക്കില്ല. ഓരോരുത്തരും നോക്കിക്കോ. ഈ നിശ്ചയിച്ച എളമരം കരീം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പരാജിതനായ ഒരു വേറെ ആളില്ല. അദ്ദേഹം വ്യവസായ മന്ത്രി ആയിരുന്നപ്പോഴാണ് കേരളം മുഴുവൻ നശിച്ചത്. പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യതയില്ല. ഈ നിർത്തിയിരിക്കുന്ന ആളുകളെ മുഴുവൻ പിണറായി വിജയനെതിരെയുള്ള ഒരു കോക്കസ് പാർട്ടിക്കകത്ത് പഴയ ആൾക്കാരെല്ലാം കൂടിയുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് സമാധാനിപ്പിക്കാനാണ്. ഒരു കാര്യം മാറില്ല. ഇവരാരും തന്നെ പരിചിത മുഖങ്ങൾ എന്നുള്ള പേരൊന്നും പറയണ്ട. പല്ലു ഒഴിഞ്ഞ സിംഹങ്ങളാണ് LDF-ന്റെ സ്ഥാനാർത്ഥികൾ. അതായത് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർധനയല്ല
വിജയം തന്നെയാണ് BJP ഒന്നല്ല, വിജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. വിജയിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു ലക്ഷ്യവുമില്ല. അത് നിറവേറ്റാനും സാധിക്കും, ഉറപ്പായിട്ട് സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജിനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.